ഒരു സൂറത്ത് നമ്മൾ നിത്യമാക്കണേ. ഏത് സൂറത്താണ്? വിശുദ്ധമായ ഖുർആനിലെ സുലുസുൽ ഖുർആൻ, ഖുർആനിലെ മൂന്നിൽ ഒരു ഭാഗമെന്ന് പരിചയപ്പെടുത്തിയ സൂറത്തുൽ ഇഖ്ലാസ് എന്റെ ഉമ്മച്ചിമാരെ ഓതാൻ മറന്നു പോവരുതേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രത്യേകതകൾ ഈ സൂറത്തുൽ ഇഖ്ലാസിന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതയുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിലൊന്നാൻ. മാത്രമല്ല അള്ളാഹിനെ പറ്റി മാത്രം പറയുന്ന സൂറത്താൻ, അള്ളാഹുവിനെ പറ്റി മാത്രം പറയുന്ന സൂറത്താൻ. നിങ്ങൾക്കൊരു സംഭവം കേൾക്കണോ? എന്തെന്നറിയോ? ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു നാടുണ്ടല്ലോ, ഒരു രാജ്യമുണ്ടല്ലോ, അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ മൂന്നാമത്തെ ശ്രേഷ്ഠതയുള്ള പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ പള്ളി. അവിടെ ഒരു വയസ്സായ ഒരു ഉമ്മയും ആ ഉമ്മയുടെ മകനും താമസിച്ചിരുന്നു. ആ ഉമ്മ ഒരുപാട് നിസ്കരിക്കാറുണ്ട്, ഒരുപാട് നോമ്പെടുക്കാറുണ്ട്, സ്വലാത്തുകൾ പറയുമ്പോൾ സദാസമയം ഇബാദത്താണ്. അങ്ങനെ ഒരു ദിവസം ആ ഉമ്മ തന്റെ മകനെ വിളിച്ചു, മോനെ, ഉമ്മച്ചിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് ഉമ്മ പറയാനുള്ളത്? മോനെ, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഉമ്മ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഉമ്മ അങ്ങനെ പറയല്ലേ, ഉമ്മ മരണപ്പെട്ടാ പിന്നെ എനിക്ക് ആരാണുള്ളത്? അങ്ങനെയല്ലല്ലോടാ, ആരാണെങ്കിലും ലോകത്ത് നിന്ന് വിട പറയേണ്ടതല്ലേ. അതുകൊണ്ട് മോനെ, ഉമ്മ മരിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ലക്ഷണങ്ങൾ ഉമ്മാക്ക് മനസ്സിലാകുന്നുണ്ട്. എന്റെ പൊന്നുമോനോട് ഒരൊറ്റ കാര്യമാണ് എനിക്ക് വസിയത്തായി പറയാനുള്ളത്. നീ അള്ളാനെ സൂക്ഷിക്കണം, നിസ്കാരം നിലനിർത്തണം. ഇതൊക്കെ ഉമ്മ പറയാതെ തന്നെ നീ ചെയ്യുമെന്നറിയാം. എന്നാൽ ഉമ്മാക്ക് പറയാനുള്ള വസിയത്ത് എന്താണെന്നറിയോ? ഉമ്മച്ചി ധരിച്ചിരിക്കുന്ന ഈ നിസ്കാര കുപ്പായമുണ്ടല്ലോ, ഉമ്മ എപ്പോഴും ഒരു നിസ്കാര കുപ്പായം ധരിച്ചാണ് നടക്കാറുള്ളത്. ഈ നിസ്കാര കുപ്പായം എന്റെ മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ കഫം തുണിയായിട്ടും ഇത് ഉപയോഗിക്കണേ. എന്റെ കഫം തുണിയായി എന്നെ മറമാടുന്നതിന് മുമ്പ് എന്റെ ശരീരം മറക്കുന്ന വസ്ത്രങ്ങളിൽ ഒരു വസ്ത്രം ഇത് ആക്കണേ മോനെ. ആയിക്കോട്ടെ ഉമ്മ, ഉമ്മാടെ വസിയത്തല്ലേ, മകൻ നിർവഹിച്ചുകൊള്ളാം. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഉമ്മ മരണപ്പെട്ടു. ബന്ധുക്കളെല്ലാവരും വന്നു, അയൽവാസികൾ വന്നു. നോക്കുമ്പോ ഈ മകൻ ആ ഉമ്മാനെ ധരിപ്പിക്കാൻ ആ ഉമ്മാടെ കഫം തുണിയായിട്ട് കീറിപ്പറിഞ്ഞ അവിടെ ഇവിടെയൊക്കെ തുന്നിവെച്ചിട്ടുള്ള ഉമ്മ ധരിച്ചിരുന്ന നിസ്കാര കുപ്പായമാണ് കൊണ്ടുപോകുന്നത്. എന്തിന്? ആ ഉമ്മാനെ കഫം തുണിയാൻ. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, എടോ നീ ഇത്ര വലിയ പിശുക്കനാണോ, ഇത്ര വലിയ പിശുക്കനാണോ, നിനക്കൊരു പുതിയ കഫം തുണി വാങ്ങി ഉമ്മാനെ നിനക്ക് മൂടാൻ പറ്റൂലേ, എന്തിനാണ് ഈ കീറി പറഞ്ഞത്? ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ മകനും വിചാരിച്ചു, ശരിയാണല്ലോ, ഞാൻ ഒറ്റ മോനല്ലേ ഉമ്മാക്കുള്ളൂ, അതുകൊണ്ട് ഒരു പുതിയ കഫൻ തുണി തന്നെ വാങ്ങാം. മകൻ കഫൻ തുണി പുതിയത് വാങ്ങി ഉമ്മാനെ കഫൻ ചെയ്തു. അങ്ങനെ ഉമ്മയുടെ മയ്യത്തും ചുമന്നു കൊണ്ടുപോയി അവിടെയുള്ള ആ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കി. അങ്ങനെ ഖബർ മൂടി. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു. മകനും എല്ലാവരും പിരിഞ്ഞുപോയി. മകൻ അന്ന് രാത്രി അതാ ഉമ്മാക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് അല്ലാഹുവേ, അവനിങ്ങനെ ഉറങ്ങുകയാണ്. അവൻ ദിക്റുകൾ ചൊല്ലി ഇങ്ങനെ കിടക്കുന്നു. ഇങ്ങനെ ഉറങ്ങിപ്പോയി. പെട്ടെന്നതാ ഉമ്മാനെ സ്വപ്നം കാണുകയാണ്, തന്റെ ഉമ്മച്ചിയെ സ്വപ്നം കാണുകയാണ്. എന്നിട്ട് ആ ഉമ്മ മകനോട് ചോദിക്കുകയാണ്, ലിമ ലം തഖുദു വസിയതി, എന്റെ പൊന്നുമോനെ, ഉമ്മച്ചി നിന്നോടൊരു കാര്യം പറഞ്ഞല്ലോ, ഒരു വസിയത്ത് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് എന്റെ പൊന്നുമോനെ നീ അത് ചെയ്യാതിരുന്നത്? അത് ഉമ്മാക്ക് വലിയ വിഷമമായടാ. ഇത് കേട്ടപ്പോൾ മകൻ ഞെട്ടി എഴുന്നേക്കുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. അല്ലാഹുവേ, എന്റെ ഉമ്മച്ചി പറഞ്ഞ വസിയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. മകൻ നോക്കുമ്പോ അതാ ആ തട്ടില് ഉമ്മാടെ ആ കീറിയിട്ടുള്ള അവിടെ ഇവിടെയും കണ്ടം ചെയ്ത തുന്നിവെച്ചിട്ടുള്ള നിസ്കാര കുപ്പായമുണ്ട്. മകൻ ഓടിച്ചെന്ന ആ നിസ്കാര കുപ്പായം എടുത്തു. ഓടുകയാണ് പള്ളിക്കാട്ടിലേക്ക്, ഓടുകയാണ് ആ ഖബർസ്ഥാനിലേക്ക്. കയ്യിൽ ഒരു മൺവെട്ടിയുണ്ട്, മറുകൈയിൽ ഒരു വിളക്കുണ്ട്, അതുമായി ചെല്ലുകയാണ്. അങ്ങനെ വിളക്ക് അവിടെ വെച്ചു. ആ മൺവെട്ടി കൊണ്ട് ഉമ്മാടെ ഖബർ ഇങ്ങനെ കുഴിക്കുകയാണ്. എന്തിനാണ്? ഉമ്മ വസിയത്തായി പറഞ്ഞിരുന്ന ആ ഒരു കഫൻ തുണി ഉണ്ടല്ലോ, അത് ആ ഉമ്മാനെ ധരിപ്പിക്കാൻ. അങ്ങനെ ആ ഖബർസ്ഥാൻ ഇങ്ങനെ കുഴിച്ച് അവസാനം പലകയുണ്ട്, പലക മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മകൻ പൊട്ടിക്കരയുകയാണ്. ഉമ്മാടെ മയ്യത്ത് കാണുന്നില്ല, ഉമ്മാടെ മയ്യത്ത് കാണുന്നില്ല. അവിടെ വെച്ച് അലറി വിളിച്ച് കരയുകയാണ്, ഉമ്മാ, നിങ്ങളുടെ മയ്യത്ത്, നിങ്ങളുടെ ആ ഒരു ജനാസ കാണുന്നില്ല ഉമ്മ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആ സമയത്ത് ഒരു അശരീരി കേൾക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരോ ഇങ്ങനെ പറയുന്നു, അമാ അലിംത അന്നമൻ അല്ലമ ശഹ്റനാ റജബ് ലം യുത്റക ഫിൽ ഖബ്രി വഹീദൻ ഫരീദാ. എടാ, നിനക്കറിയില്ലേ, റജബ് മാസത്തെ ബഹുമാനിച്ചാൽ, അതുപോലെ തന്നെ റജബ് മാസത്തിൽ നോമ്പെടുത്താൽ
റജബ് മാസത്തെ ആദരിച്ചാൽ, അങ്ങനെയുള്ള ഒരു വ്യക്തി മരണപ്പെട്ട ഖബറിലേക്ക് ചെന്നാൽ അയാൾ ഒരിക്കലും ഒറ്റക്ക് കിടക്കേണ്ടി വരില്ല, അയാളുടെ ജനാസ ഒറ്റക്ക് ആ ഖബറിൽ ആവേണ്ടി വരില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? അപ്പോഴാണ് ഈ മകൻ ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കുന്നത്. ഈ ഉമ്മയെ പറ്റി നമുക്ക് കിതാബിൽ കാണാം. ആ ഉമ്മ പരിശുദ്ധമായ റജബ് മാസം മുഴുവനും നോമ്പെടുക്കുന്നവരായിരുന്നു, ഒരുപാട് ദുആരക്കുന്നവരായിരുന്നു, ഒരുപാട് ദിക്റുകൾ പറയുന്നവരായിരുന്നു. മാത്രമല്ല ഈ ഉമ്മ ഈ റജബ് മാസത്തിന്റെ എല്ലാ ദിവസവും 40 വട്ടം, എല്ലാ ദിവസവും 40 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ഉമ്മയുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, റജബ് മാസത്തെ ബഹുമാനിച്ചാൽ, റജബ് മാസത്തിൽ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് എന്ന സുന്ദരമായ സൂറത്ത് അത് ഓതിക്കഴിഞ്ഞാൽ, എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, ആദ്യം എന്റെ നഫ്സിനോടും പിന്നെ നിങ്ങളോടും പറയട്ടെ, ഒരുപാട് നേട്ടമാണ് നമുക്ക് കിട്ടാനുള്ളത്.